സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ആവേശകരമായ പോരാട്ടം നടക്കുന്ന മറ്റൊരിടം കൂടിയുണ്ട്. പഴയിടത്തിന്റെ നേതൃത്വത്തിലുള്ള വിഭവ സമൃദ്ധമായ ഭക്ഷണശാല. സസ്യാഹാരത്തിന് പുറമെ പോഷക സമൃദ്ധമായ മാംസാഹാരവും വിളമ്പുന്നു എന്നതാണ് ഇവിടുത്തെ മെനുവിന്റെ പ്രധാന സവിശേഷത. 12 സ്റ്റേഡിയങ്ങളിലായി കായിക മത്സരങ്ങൾ നടക്കുമ്പോൾ അതിനേക്കാൾ മികച്ച പോരാട്ടം നടക്കുന്ന ഇടം പുത്തരിക്കണ്ടം മൈതാനിയാണ്. 4 വേദികളിലായാണ് ഭക്ഷണപ്പുര ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ പ്രധാന വേദി പുത്തരിക്കണ്ടം മൈതാനം. കായിക മത്സരങ്ങളായതിനാൽ തന്നെ ഭക്ഷണം പോഷക സമൃദ്ധമാണ്. രാവിലെ പാലും മുട്ടയും പഴവും ഒപ്പം ഇഡലിയും സാമ്പാറും. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ കുട്ടികൾ ഡബിൾ ഹാപ്പി. ഭക്ഷണം സൂപ്പറാ, നല്ല ടേസ്റ്റ് ഉണ്ട്. പഴമുണ്ട്, അതിലുണ്ട് പഴം, ഇഡലി, സാമ്പാർ, കോഴിമുട്ട. കളിക്കാനൊക്കെ നല്ല എനർജി കിട്ടും. ഉച്ചയൂണിന് ഇന്ന് സാമ്പാറും ചോറുമാണ്. മേമ്പൊടിയായി നല്ല തകർപ്പൻ ബീഫ് കറിയും. കഴിച്ചവരുടെ സന്തോഷം വേറെ ലെവൽ. ഇവിടുത്തെ ഫുഡ് അടിപൊളിയാണ്. ഇന്നലെയൊക്കെ ആയിട്ട് നല്ല ആവശ്യമായിട്ട് കഴിക്കാൻ പറ്റി. നല്ല പോഷക ഉള്ള ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത്. ഇന്നലെ നല്ലോണം കഴിച്ചു. നല്ല ക്വാളിറ്റി ഫുഡ്സാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കായിക മാമാങ്കം എന്നതുപോലെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഭക്ഷണശാല കൂടിയാവും ഇത്. ഇതിനിടെ കുട്ടികൾക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ധനമന്ത്രി KN ബാലഗോപാലും എത്തി. ഇത് സ്പോർട്സ് ഫുഡ് ആയതുകൊണ്ട് കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണമാണ് കൊടുക്കുന്നതെന്നാണ്. കുറച്ചുകൂടി ഐറ്റങ്ങൾ വ്യത്യാസം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നത്. വളരെ നല്ല കാര്യമാണ്. ഇന്നിപ്പോൾ ഈ കുട്ടികളെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നാളെയും മറ്റന്നാളും അടുത്ത ഒരാഴ്ച നല്ലൊരു മേളയായിരിക്കും. ഒളിമ്പിക്സിൻ്റെ മേള പോലെ തന്നെ ഭക്ഷണ മേഖലയിലും വളരെ വിപുലമായ പരിപാടികളായിരിക്കും. സാമ്പാറും പുളിശ്ശേരിയും അവിയലും തോരനും അച്ചാറുമെല്ലാം അടങ്ങുന്നതാണ് സദ്യ. ഭക്ഷണത്തിനായി കൂടുതൽ ആളുകൾ എത്തുന്നുണ്ട്. എത്തുന്നവർ വയറു നിറയെ കഴിക്കുന്നുമുണ്ട്. എങ്ങനെയായാലും ഊട്ടുപുര റെഡിയാണ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മത്സരങ്ങൾ പൊടിപൊടിക്കുകയാണ്. ട്രാക്കിലും ഫീൽഡിലും പോരാട്ടങ്ങൾക്ക് ചൂടേറുമ്പോൾ ചൂടുള്ള വിഭവങ്ങളുമായി ഭക്ഷണശാലയും സജീവമാവുകയാണ്. ക്യാമറ പേഴ്സൺ സജു കാഞ്ഞിരംകുളത്തിനൊപ്പം കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്.